ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ഷമയെക്കുറിച്ചിട്ടാണ്. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ക്ഷമിക്കണോ എന്നതിനെക്കുറിച്ചിട്ട്. ഇപ്പോൾ കാലങ്ങളായിട്ട് ആളുകൾ പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതുമായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ക്ഷമിക്കണമെന്നാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷവും സമാധാനമായിട്ട് മുന്നോട്ട് പോകാനും മൂവ് ഓൺ ചെയ്യാനും പറ്റുകയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ നമ്മളങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ക്ഷമിച്ചു എന്ന് കരുതുമ്പോഴും ചിലപ്പോൾ അവർ നമ്മളോട് ആ തെറ്റ് ചെയ്ത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയായിരിക്കും. അപ്പം നമ്മൾ ആഴത്തിലത് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നമ്മളത് കൂടുതൽ കൂടുതൽ കുത്തി നോവിക്കുകയുള്ളൂ. കാരണം നമ്മൾ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ അംഗീകരിച്ചിരുന്ന റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി നമ്മളെ മനഃപൂർവ്വം എന്തിന് വേദനിപ്പിക്കണം എന്ന് തീരുമാനിച്ചു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരവുണ്ട്. കാരണം നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം കേസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അശ്വതി ശ്രീകാന്തിൻ്റെ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ എന്നൊരു ബുക്കിൽ ക്ഷമയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അശ്വതിയുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്ന് സംസാരിക്കുമ്പോൾ അവർ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അശ്വതി തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് സമാധാനം കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പെരുമാറേണ്ടത് അനിവാര്യമാണ്. അതുപോലെ ഇത് ഈ പറയുന്ന വ്യക്തി നമുക്ക് ചിലപ്പോൾ അയാളോട് സംസാരിക്കാൻ പറ്റണമെന്നില്ല. തുറന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തുറന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ വിഷമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാളിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ ആ റിപ്ലൈയിൽ നിന്ന് നമുക്ക് കൂടുതൽ വേദനയെ കിട്ടുകയുള്ളൂ എന്ന് നമുക്കറിയാം. അത്തരം സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? ഒരു കത്തെഴുതാനാണ് അശ്വതി പറയുന്നത്. എല്ലാ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും വികാരങ്ങളും പറഞ്ഞുകൊണ്ടുള്ളൊരു കത്ത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ളൊരു കത്ത്. ആ കത്ത് അയക്കാതെ കത്തിച്ച് കളയുക, അങ്ങനെയാണ് പറയുന്നത്. വളരെ നല്ലൊരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് എന്തായാലും സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമ്മൾ പോലും മനസ്സിലാക്കാത്ത ആ വിഷമങ്ങൾ നമുക്ക് പങ്കുവയ്ക്കണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊരു ടിപ്പ് വളരെ അധികം സഹായം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നും തോന്നി. നല്ലൊരു ബുക്കാണ് അശ്വതി ശ്രീകാന്തിൻ്റെ സന്തോഷത്തിൻ്റെ സമവാക്യങ്ങൾ. ഒരു പെർഫെക്റ്റ് ടൈമിൽ എൻ്റെ അടുത്തോട്ട് വന്ന ഒരു ബുക്കാണ്. നിങ്ങൾക്കിതൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ.